ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ നമുക്കിന്ന് എളുപ്പത്തിൽ കുക്കറിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണി കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ മെനക്കെടാൻ സമയമില്ല. അങ്ങനെയുള്ളവർക്കുള്ളതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാക്കി എടുക്കാൻ പറ്റും ഒരൊറ്റ വിസിൽ, അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു കുക്കർ വേണം. ഞാൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ ഒരു ബേ ലീഫും. ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അധികം മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളമാണ് ചിക്കനും അരിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്കിതിൽ ചേർക്കേണ്ട സാധനങ്ങളുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും കേട്ടോ. ഞാനിവിടെ ഒരു അര കിലോ ചിക്കനാണ് എടുക്കുന്നത്. പിന്നെ 1/2 കിലോ അരി ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ്, അതിൻ്റെ അളവുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഒരുവിധം ഒന്ന് വെന്താൽ മതി, ഒരുപാട് വഴന്ന് വരണ്ട. വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകുമാണ് ഞാനിവിടെ ചതച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. മുമ്പ് ബിരിയാണി വെക്കാനേ എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ഭയങ്കര പാടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര പാടൊന്നുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ചിന്തിച്ചത് എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ കുക്കറുണ്ടല്ലോ എന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടുന്ന പൊടികൾ അളവ് മാറിപ്പോണ്ട. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ബിരിയാണിയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, കുക്കറിൽ ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ കുക്കറിൽ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതി എന്താണെന്നറിയോ, എന്തായാലും ഫ്ലോപ്പായി പോവും, എൻ്റെ ചോറെല്ലാം കുഴഞ്ഞു പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ ഉണ്ടാക്കി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി കൂടി ഒന്ന് വെന്ത് വരണം. ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും വരണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയില അല്ല, നിങ്ങളിൽ പുതിനയില കൂടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിതിൽ ചിക്കൻ്റെ കാലൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കരുത്. ഞാൻ ചിക്കൻ്റെ കാലൊന്നും എടുത്തിട്ടില്ല. എപ്പോഴും നമുക്ക് കാല് വേണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഉള്ള ചിക്കൻ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. അപ്പോൾ ഉള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ, കേട്ടിട്ടില്ലേ? അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ലാസ്റ്റ് നമ്മൾ അതായത് നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സമയത്ത്, അതായത് അരിയൊക്കെ ഇട്ടതിന് ശേഷം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആ സമയത്തും ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം, ഈ ചിക്കനിലേക്കുള്ള കുറച്ച് ഉപ്പാണ്, അതിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയെല്ലാം ചിക്കനിലൊന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച്, അതായത് കുക്കറിലല്ല, അല്ലാണ്ട് സാധാ രീതിയിലൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. കണ്ടില്ലേ, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഈ സമയത്ത് ഞാൻ അരമണിക്കൂർ ഈ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ കഴുകി കുതിർത്ത് ഊറ്റിയെടുത്ത നമ്മുടെ അരിയാണ്, അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ ചോറ് വയ്ക്കുന്ന സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വയ്ക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളും ആ ഒരു രീതിക്ക് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം, അതായത് ഞാനിപ്പോൾ ഒരു
2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അതൊരു 3 ഗ്ലാസിൻ്റെ ആ ഒരു കണക്കാവും. അപ്പോൾ ഇനി നമുക്ക് ചോറിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എന്താ പറയുക ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടി. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഈ ബിരിയാണി എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് വലിയ പാടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നവർക്ക് ഇനിയൊരു ഭയമൊന്നും വേണ്ട കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കാൻ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മതി. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.